അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ ഞാൻ നിന്നെ കാണേണം. അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ 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 മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ജൂലൈ 21 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ജൂലൈ 24 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂലൈ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് അവൻ ദൈവത്തിലായിരിക്കുന്നു എന്നാണ്. കർത്താവ് എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വസിക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി യഥാർത്ഥത്തിൽ അഖിലാണ്ടത്തിനുടയവനായ കർത്താവ് എന്നിൽ വസിക്കുന്നുവെങ്കിൽ പിന്നീട് ഞാൻ ഒരു സാധാരണ വ്യക്തിയല്ല. അസാധാരണത്വം ആയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സാധാരണ ഒരു വ്യക്തിയുമായി കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അസാധാരണമായൊരു വ്യക്തിയാണ്. അസാധാരണത്വം നിങ്ങളിൽ ചലിക്കുന്നു. അതെപ്പോൾ തിരിച്ചറിയുന്നുവോ അത് നിങ്ങളെ മാറ്റുവാനിടയാകും. നിങ്ങളുടെ ചുറ്റുപാടുകളെ മാറ്റും. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തുകൊണ്ടിരുന്നത് ഇൻ ക്രൈസ്റ്റ് അല്ലെ ക്രിസ്തുവിലുള്ള സത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാനെപ്പോഴോ നമ്മുടെ രാവിലത്തെ മീറ്റിങ്ങിന് വന്നപ്പോൾ, ജീസസ് ടൈമിൽ വന്നപ്പോൾ, അന്ന് രാവിലെ എന്നെ വളരെ സ്വാധീനിച്ചൊരു ചിന്ത ഞാൻ പ്രസംഗിച്ചിരുന്നു. എന്നെ കാണുന്ന ഒരു കുടുംബം എന്നോട് പറഞ്ഞു, ബ്രദറെ കുറച്ചും കൂടെ അത് എലാബറേറ്റ് ചെയ്ത് പ്രസംഗിക്കണം, കുറച്ചും കൂടെ ആഴത്തിൽ ആ കാര്യം പഠിപ്പിക്കണം. ഇന്ന് ഞാൻ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആകുമ്പോൾ ആ ചിന്തയാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ദുബായ് ചർച്ചിലെ കുറച്ചൊക്കെ ആ മേഖലയിൽ നിന്ന് തൊട്ട് പ്രസംഗിച്ചു. ഇന്ന് ഞാൻ ആ മേഖലയിൽ തൊട്ടാണ് പ്രസംഗിക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ഇതുവരെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസമായി പറഞ്ഞ് യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഇന്നുവരെ നിങ്ങൾ ആ രക്ഷിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെയാണ് തുടരുന്നതെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, യേശുവിനെ അറിഞ്ഞതിന് ശേഷം എനിക്കൊരു സൗഖ്യം ഉണ്ടായി, അല്ല എൻ്റെ ഫിനാൻഷ്യലായ കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായി. അതിനൊക്കെല്ലാം ഉപരിയായി കർത്താവ് വരാൻ പോകുന്നു എന്നും നിത്യതയിൽ പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ള ഉറപ്പുണ്ടായി. പക്ഷെ ഇന്നും ഞാൻ രക്ഷിക്കപ്പെട്ട സ്ഥിതിയിൽ ആ രീതിയിൽ തന്നെയാണ്. ചില ആളുകൾ ചിന്തിക്കാൻ, ബ്രദർ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സൗഖ്യമാക്കുന്നൊരു ദൈവത്തെ അറിഞ്ഞു എന്നാ. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എന്നെ രക്ഷിക്കാൻ കഴിയുന്നൊരു ദൈവത്തെ അറിഞ്ഞു എന്നാ. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് സ്വർഗത്തിൽ പോകാൻ എനിക്ക് ധൈര്യം തരുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്കൊരു ഉറപ്പ് ലഭിച്ച ബോധ്യമായിരുന്നു യേശുവിനെ അറിഞ്ഞപ്പോൾ ലഭിച്ചത്. ഇതെല്ലാം ശരിയല്ലേ? ഞാൻ ഓരോ ദിവസവും ക്രിസ്തുവിൽ വളരാൻ തുടങ്ങിയപ്പോൾ ആ ചിന്തകളിലും ആ വിചാരങ്ങളിലും ഒക്കെ ഞാൻ വളരാൻ തുടങ്ങി. ഞാനൊരു ശുശ്രൂഷകനായി, പ്രസംഗിക്കാൻ തുടങ്ങി,
യേശു വരുന്നു എന്നും യേശു സൗഖ്യമാക്കുന്നു എന്നും അത്ഭുതങ്ങളുണ്ടെന്നും ഭൂതങ്ങൾ അവന്റെ നാമത്തിൽ വിട്ടുപോകുമെന്നും അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് ചില സംഭവിക്കുമെന്നും ചില ആലോചനകൾ നിവൃത്തിയാകുമെന്നും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുമെന്നും ഞാൻ ധാരാളം കാര്യങ്ങൾ സംസാരിച്ച് പഠിപ്പിക്കാനും ജനത്തെ അതിൽ വളർത്തിയെടുക്കാനും തുടങ്ങി. അതിൻ്റെ എവിടെയോ എനിക്ക് തോന്നിയ ഒരു കാര്യമേ, യേശുവിൽ വന്നപ്പോൾ കർത്താവ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താ? ഞാനൊരു വാക്യത്തിലേക്ക് വരട്ടെ. 1 യോഹന്നാൻ 4:4 കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. എല്ലാവരും പറയാം എന്നോട് കൂടെ, നിങ്ങൾ ആരിൽ നിന്നുള്ളവരാകുന്നു? ഒന്ന് കരമുയർത്തി പറയാം, ഞാൻ ദൈവത്തിൽ നിന്നുള്ളയാളാണ്. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്. അടുത്ത വാചകം പറയും, അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇതൊരു വലിയ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിൽ ഒരുവൻ വസിക്കുന്നു. നമുക്ക് എത്ര പേർക്ക് അറിയാം അത്? 1 യോഹന്നാൻ 4:15 വാക്യത്തിൽ പറയുന്നത്, അവനെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ ദൈവത്തിലും ദൈവം അവൻ്റെ ഉള്ളിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിനെ ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ ആ പറയുന്ന സമയം മുതൽ യേശു ഒരാളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. 1 യോഹന്നാൻ 4:15 വാക്യം. നിങ്ങൾ ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാവോ? 1 യോഹന്നാൻ 4:15 വാക്യം. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് കൺഫസ് എന്നാണ്. ആരെങ്കിലും യേശുവിനെ ദൈവപുത്രൻ എന്ന് ഏറ്റു പറഞ്ഞാൽ സ്വീകരിക്കുന്നവനിൽ ദൈവവും എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും യേശുവിനെ ഏറ്റു പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കാൻ തുടങ്ങുന്നു. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കാൻ തുടങ്ങുന്നു. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ഞാൻ അന്നു മുതൽ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ ഞാൻ ദൈവത്തിൽ വസിക്കുന്നവനായി തീരുകയാ, ദൈവം എന്നിൽ വസിക്കുവാനായി തീരുകയാ. എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളോട്, ഇത് നിങ്ങൾക്കൊരു മതപരമായ തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ? Can I repeat it? ഇത് നിങ്ങൾക്കൊരു മതപരമായ തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ബോധ്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ തലയിൽ കയറിയ ബൈബിളിലെ ഏതോ ഒരു വാക്യം മാത്രമാണോ അതോ ഇത് ശരിക്കും ശരിയാണോ? ദൈവം നിങ്ങളുടെ ഉള്ളിലോ? സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ദൈവം തന്നെയാണോ എൻ്റെ അകത്തുള്ളത്? നമ്മൾ സ്വയം ഒന്ന് ചോദിക്കാവോ? നിങ്ങളുടെ അകത്ത് ദൈവം വസിക്കുന്നു എന്ന് നിങ്ങളും ഞാനും ഏറ്റു പറയുമ്പോഴും അത് മതം പറഞ്ഞു തന്ന് എവിടോ എൻ്റെ സഭ എന്നെ ഉപദേശിച്ച ഏതോ ഒരു കാര്യമായിട്ട് മാത്രമാണോ അതോ ശരിക്കും യാഥാർത്ഥ്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവോ? എൻ്റെ സ്റ്റേജിൽ ഇരിക്കുന്നവർ, എൻ്റെ സ്റ്റേജിൽ പുറത്ത് നിൽക്കുന്നവർ, വിദ്യ സ്വയം ചിന്തിക്കാവോ? വിദ്യ, എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണോ? അതോ എന്നെ പഠിപ്പിച്ച പാസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ശുശ്രൂഷകന്മാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ക്രിസ്തീയ സത്യങ്ങളിലൊന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ശരിക്കും ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? ഞാനൊരിക്കൽ വിശ്വസിച്ചിരുന്നത്, ജെറിനെ കേൾക്കുന്നുണ്ടോ? ഞാനൊരിക്കൽ വിശ്വസിച്ചിരുന്നു, എന്നെ ഒന്ന് ശ്രദ്ധിക്കാവോ? യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ അത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞ് സത്യത്തിൽ അത് സംഭവിക്കുമെന്ന്. ഞാൻ സത്യത്തിൽ ആ വാചകത്തെ കണ്ടിരുന്നത് ആലങ്കാരികമായി സംസാരിച്ച വാചകമായിട്ടാണ്. സത്യത്തിൽ ഒരു ചെടി നിങ്ങൾ പുഴുകിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുഴുതു നോക്കിയിട്ടുണ്ടോ? ഒരു മരം നിങ്ങൾ പുഴുതു നോക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ അഞ്ചൽ ചർച്ചിലെ ഒരു മാവ് ഈ ഇടയ്ക്ക് ഞങ്ങൾ പറിച്ചു നടാനായിട്ട് പിഴുതു നടാനായിട്ട് ശ്രമിച്ചു. അതിന് JCB വിളിച്ചു. JCB അവിടെ ഉണ്ടായിരുന്നു, JCB വിളിച്ചതല്ല. JCB ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആ മാവിനെ പറിച്ചു. എൻ്റെ ദൈവമേ, എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാണെന്നറിയാം എൻ്റെ വേര് പൊട്ടാതെ പറിക്കാൻ പറ്റിയത്. അത് പടർന്നു കാണും. മരം വെട്ടി നടുന്നതിനേക്കാൾ കഷ്ടമാണ് പുഴുതു നടുക എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, മരത്തിന്റെ വേരുകൾ ഇങ്ങനെ നിൽക്കുന്നു, അത് പിഴുത് അതിനോട് കടലിൽ പോയി പതിക്കാൻ പറഞ്ഞ് അതിന്
കാലും കൈയൊന്നുമില്ല നടക്കാൻ. അത് നിർജീവമായ സാധനമാണ്. അത് ഇങ്ങനെ നടന്നു പോകുന്നതോ പറന്നു പോകുന്നതോ ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. നമുക്കത് സങ്കല്പിക്കാൻ പോലും സാധ്യത പറ്റുന്നില്ല. അത് നേരെ കടലിൽ പോയി പതിക്കുവോ? കടലിൽ പോയി നടുക എന്നാ പറഞ്ഞ കർത്താവ് പറഞ്ഞേ. ഇവിടുന്ന് പിഴുതിട്ട് നേരെ കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുന്നു. ഇവിടുന്ന് പറിച്ച തേടി കടലിന്റെ നടുക്ക് പോയി നടപ്പെടുമെന്ന്. ഇത് ലോജിക്കല്ലാത്ത കാര്യമോ? ലോജിക്കല്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് സാധ്യമാവുന്ന കാര്യമല്ല. ഈ മലയോട് കടലിൽ പോയി പതിക്കുക എന്ന് പറഞ്ഞാൽ ആ മല നീങ്ങുമെന്ന നീങ്ങി നേരെ കടലിൽ പോയി അത് പതിക്കുമെന്ന. ആ മലയുടെ രണ്ട് കല്ലുരുണ്ടു പോകുന്നതല്ല, ആ മല അങ്ങനെ തന്നെ നീങ്ങിയിട്ട് കടലിൽ പോയി. ഇത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്ന ലോജിക്കല്ലാത്ത കാര്യമോ, മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. അതുകൊണ്ട് ഇതൊരു എന്താ പറയാ, കുറച്ച് എക്സാഗറേറ്റ് ചെയ്ത് കർത്താവ് സംസാരിച്ചു, വലിപ്പപ്പെടുത്തി പറഞ്ഞതാ. കാരണം എന്തും ദൈവത്തിന് പറ്റും എന്ന് തോന്നുന്നതിന് വേണ്ടി സംസാരിച്ച കാര്യമായിട്ട് അതിന്റെ തലയിലിടുന്നത്. അപ്പോ ഒരു ദിവസം ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നി, എന്തും ദൈവത്തിന് പറ്റുമെന്ന് അറിയുന്നതിനെ അലങ്കാരികമായിട്ട് ഈ ബൈബിളിലെ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിൽ ബൈബിളിലെ വാക്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് സത്യപുസ്തകമല്ല എന്ന് വരേണ്ടി വരും. അലങ്കാരികമായി എഴുതിയിട്ടുള്ള പുസ്തകമാണെന്നും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ അലങ്കാരികമായിട്ട് എഴുതിയതല്ല. അപ്പോ ഒന്നെങ്കിൽ വേദപുസ്തകം സത്യമാണ്, അല്ലെങ്കിൽ അലങ്കാരികമായി എഴുതിയ ചില വാക്കുകൾ അതിനകത്തുണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാനും തിരുത്താൻ ശ്രമിച്ചു. എനിക്ക് മനസ്സിലായി, വേരോടെ പിഴുത് അത് കടലിൽ നടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നടും. അതാണ് സത്യം. അത് വിശ്വസിക്കുന്നവർക്ക് സാധ്യമാണ്. അത് എങ്ങനെ നടക്കും എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും. ഒരു വാക്കുകൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഒരു വാക്കുകൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ്. കടലിനോടും കരയോടും രണ്ടാകാൻ പറഞ്ഞപ്പോൾ രണ്ടാക്കിയവൻ, ചെടികളോടും വൃക്ഷങ്ങളോടും മുളച്ചു വരാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയവൻ, മൃഗങ്ങൾ ഉണ്ടാകാൻ പറഞ്ഞപ്പോൾ ഈ കാണാത്ത ചെറിയ കണ്ണിൽ കാണാത്ത ഏറ്റവും ചെറിയ അണു മുതൽ അങ്ങേയറ്റം വലിയ ഡിനോസർ വരെ ഒറ്റ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയ എൻ്റെ ദൈവമാണ് സകലതും സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വചനം പറയുകയാ, ഇങ്ങനെ പറഞ്ഞാൽ നടക്കും. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ. എന്തിനാ ബ്രദർ ഇത് പറഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം. എനിക്ക് മതം പറഞ്ഞു തന്ന ചില ചിന്തകളായിട്ട് മാത്രമാണ് യേശു എൻ്റെ ഉള്ളിൽ, ദൈവം എൻ്റെ ഉള്ളിൽ എന്ന് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഭരിക്കുന്നുള്ളൂ. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ തോന്നലിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടോ? സത്യമാണോ ഇതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചിന്തയെ വെല്ലുവിളിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം എപ്പോഴും ഞാനൊന്ന് മാറ്റുരച്ച് നോക്കി, ഞാൻ വെല്ലുവിളിക്കാൻ തുടങ്ങി. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, യഥാർത്ഥത്തിൽ നീ അവിടെ ഇരിപ്പുണ്ടോ? നമുക്ക് ഒന്ന് ചില കാര്യങ്ങൾ ചലഞ്ച് ചെയ്യാൻ തോന്നുന്നേ. ഞാൻ 25 വർഷങ്ങൾക്ക് ശേഷമാണ് അതൊന്ന് ചലഞ്ച് ചെയ്യുന്നതെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, ഞാനൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കി. എനിക്ക് ഒരു കാര്യം യാഥാർത്ഥ്യമാണോ എന്ന് തോന്നിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കൈവയ്ക്കുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ കാണുന്നു, അടയാളങ്ങൾ കാണുന്നു. പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറത്ത് സർവശക്തനായ ദേവൻ, ഒരു വാക്കുകൊണ്ട് ആകാശത്തെയും സൂര്യനെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടിയിൽ സകലത്തിനോട് കൂടെ ഉണ്ടായിരുന്നവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവനായവൻ, ഈ ലോകത്തിന്റെ മുഴുവൻ യൂണിവേഴ്സിന്റെ അധികാരിയായവൻ, മരണവും ജീവനും ഇല്ലാത്തവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കരകളടിച്ചു ആമേൻ പറയാവോ? അവൻ എൻ്റെ അകത്ത് വസിക്കുന്നെന്ന്. സത്യത്തിൽ എനിക്കിത് പറയുമ്പോഴെല്ലാം മതമാണ് നമ്മുടെ അകത്തുള്ളത്. എന്നാൽ വേദപുസ്തകം പറയുന്നു അത് സത്യമാണ്, അവൻ നമ്മുടെ അകത്തുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അത് കുറച്ചും കൂടെ ആഴത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവർക്കും മനസ്സിലാകുന്നതിനെ കുറച്ച് ലളിതമാക്കാൻ പോവുക. ഇത് കുറച്ച് ഗൗരവമായി എന്നെ സ്വാധീനിച്ചു. എൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും എന്നെ സ്വാധീനിച്ചത്, എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും സ്വാധീനിക്കപ്പെട്ടത് ഉണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് പറയാവോ? എൻ്റെ ഉള്ളിൽ യേശു ഉണ്ട്, യാഥാർത്ഥ്യമാണ്. മതം പറഞ്ഞു തന്നല്ലാതെ, മതത്തിന്റെ വാക്കുകളല്ലാതെ. ഓ ലവ് യു ജീസസ് പറയുമ്പോൾ സങ്കടം വരുവോ? കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞു, മതം പറഞ്ഞ വാക്കുകളല്ലത്, സത്യമായിട്ടും അവൻ എൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന് കരമുയർത്തി പറ, മതം പറഞ്ഞ വാക്കുകളല്ലത്, മതം പ്രബോധിപ്പിച്ചതല്ലത്, സത്യമായിട്ടും ദൈവം എൻ്റെ അകത്തുണ്ട്.
ഹല്ലേലൂയ. യേശു എൻ്റെ അകത്ത് വാസം ചെയ്യുന്നു. റാംബോ സന ഖസൽകോറോ. ആ കൈകളൊന്ന് അടിച്ച് വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞുകൊണ്ട് അല്പനേരം കർത്താവിനെ സ്തുതിച്ചേ. റസല ബഹസല ദുരുനരിയാന്ത. ഒന്ന് പറഞ്ഞ്, യേശു എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ബേനോ സീതാല കറബ. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ നിങ്ങളോട് അതിൻ്റെ കുറച്ചും കൂടെ ഡീപ്പായ കാര്യങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കാം. കാരണം അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ഞാൻ എങ്ങനെയാണ് ആ റിയാലിറ്റിയുമായി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ അകത്തുള്ള കർത്താവുമായിട്ടുള്ള റിയാലിറ്റിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് ജീവിക്കാമെന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ പഠിക്കുകയാണ് കേട്ടോ. ഇറ്റ്സ് ക്വൈറ്റ് ബിഗ് തിങ്. ഇത് ഓൾറെഡി ചോദിച്ചാൽ അറിയാം. ചില ദിവസം ഞാൻ ഉറങ്ങത്തില്ല രാത്രിയിൽ. ഉറങ്ങണ്ടായിട്ടല്ല, ചിലപ്പോൾ ഉറക്കം വരത്തില്ല. ഞാൻ പറയും, സോളി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. ഇത് കയറിക്കൂടിയോ അന്നു മുതൽ എനിക്കിപ്പോഴും തോന്നുന്നത് എനിക്ക് ആ റിയാലിറ്റിയോടൊപ്പം ജീവിക്കണം, യാഥാർത്ഥ്യത്തോടെ ജീവിക്കണം. അങ്ങ് എൻ്റെ അകത്തുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തോടൊപ്പം ജീവിക്കണം. എനിക്ക് മാത്രം മനസ്സിലായ പോലെ മറ്റൊരാൾക്കും കൂടെ എൻ്റെ അകത്ത് സർവശക്തനായ ദൈവം ജീവിക്കുന്നു എന്ന റിയാലിറ്റിയെ വ്യക്തമാക്കിയിട്ട് ജീവിക്കണം. അങ്ങനൊരു ജീവിതം ഇനി മതി. ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൈയടിച്ചു ആമേൻ പറ. ഒന്ന് പറ. അങ്ങനെ ജോസഫ് സാറേ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു. നമ്മൾ പ്രസംഗിച്ച് അവസാനിപ്പിച്ച് പോകുന്ന കാലഘട്ടം വേണ്ട. അങ്ങനൊരു പ്രസംഗം വേണ്ട, അങ്ങനൊരു ജീവിതം വേണ്ട. ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറയുന്ന ആ കർത്താവിനെ എനിക്കും റിയലായി അനുഭവിക്കാൻ കഴിയണം. അത് ഞാൻ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്കും റിയലായി അനുഭവിക്കാൻ കഴിയണം. അങ്ങനൊരു ജീവിതം വേണം. ആരെങ്കിലും എന്നോടൊപ്പം യൂട്യൂബിലും ഹാർവസ്റ്റിലും എന്നെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, അങ്ങനൊന്ന് പറ, എനിക്ക് അങ്ങനൊരു ജീവിതം വേണം. ഈ ജീവിതം സാധാരണമായ ജീവിതം നടത്തിയത് മടുത്തു, തോറ്റു, മതിയായി, ഇനി പറ്റത്തില്ല. എനിക്ക് വേണ്ടത് ഇനി സാധാരണമായ ഒരു ജീവിതമല്ല, യാഥാർത്ഥ്യമായിട്ടും ജീവിക്കുന്നു എന്ന് പറയുന്ന യേശു എൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ലൈഫ് വേണം. അപ്പൊ അങ്ങനെ ജീവിച്ച ചിലരെയാ നമ്മൾ വിശുദ്ധന്മാരെന്ന് പറഞ്ഞത്. അങ്ങനെ ജീവിച്ച ചിലരെ ആളുകൾ പറഞ്ഞത് ഇത് അത്ഭുതങ്ങളല്ല, അടയാളങ്ങളല്ല, അതിനേക്കാൾ അല്ല അപ്പുറത്ത്, അതിനേക്കാൾ അങ്ങേ അറ്റത്ത്. യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്താൻ തീരുമാനിച്ചതിന്റെ കാരണങ്ങളിലൊന്ന് അവനെ എണ്ണയിലിട്ടു, പക്ഷെ വറക്കാൻ പറ്റുന്നില്ല, അവന്റെ ദേഹത്ത് പൊള്ളലേൽക്കുന്നില്ല. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു, പക്ഷെ സിംഹങ്ങൾ അനങ്ങുന്നില്ല, സെലൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. 3 യുവാക്കന്മാരെ തീക്കുഴിയിലിട്ടു, പക്ഷെ തീ അവരെ തൊടുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഈ പുസ്തകത്തിൽ എഴുതിയത് ശരിയാണെങ്കിൽ, ഞാൻ ഈ പറയുന്നതുമായി എവിടെയോ കണക്ഷൻ ഉണ്ട്. അതിന് മൂന്നാമതൊരാള്, നാലാമതൊരാൾ ആ തീക്കുഴിയിൽ നിൽക്കുന്നത് സമൂഹം മുഴുവൻ കണ്ടെങ്കിൽ, അത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഞാൻ ഈ പറയുന്നതിനോട് എന്തോ ബന്ധമുണ്ട് അതിന്. അങ്ങനെ ജീവിച്ചവരായിരുന്നു വിശുദ്ധന്മാർ, അങ്ങനെ ജീവിച്ചവരായിരുന്നു ദൈവപുത്രന്മാർ. കൊല്ലാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് സ്വയം സമ്മതിച്ചിട്ട് ലോകം അവരെ സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ദൈവം ജീവിക്കുന്നു, നിങ്ങൾ പറയുന്ന ക്രിസ്തു ഉണ്ട്, നിങ്ങൾ പറയുന്ന യേശു ജീവിക്കുന്നു. എല്ലാവരെയും ദൈവം അതിനായി തെരഞ്ഞെടുത്തു കാണുമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും കർത്താവിനോടൊരു ചലഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ട്. വൈ നോട്ട് ഐ? എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? എന്തുകൊണ്ട് നിനക്കായിക്കൂടാ? എന്തുകൊണ്ട് നിങ്ങളിൽ ഒരാൾക്കായിക്കൂടാ? അങ്ങനൊന്ന് ജീവിച്ച് യേശുവിനെ പ്രസന്റ് ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഇതൊരു മതപ്രസ്ഥാനമല്ലേ? അല്ലെങ്കിൽ ഒരു മതം മാത്രമല്ലേ ഇത് മതമല്ല, ഇത് മതമല്ല, ഇത് മതമല്ല, അതിനപ്പുറത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ കരമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, we want to see something supernatural, something supernatural. അസാധാരണമായൊരു ജീവിതം നയിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ടാണ് ലോകത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത് പോലെയല്ല കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് കർത്താവിനാൽ പണിയപ്പെടട്ടെ, നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
സിസ്റ്റർ പറയുന്നത് സിസ്റ്റർ വിദേശത്ത് ഖത്തറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞരമ്പിൻ്റെ പ്രയാസം മൂലം സിസ്റ്ററിൻ്റെ ശരീരത്തിന് ബലക്കുറവുണ്ടായി. അതുമൂലം സിസ്റ്റർ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരികെ വന്നു. ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ചർച്ചിൽ വന്നത്. ഇവിടെ വന്ന് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ പറയുന്നത് ചെവിക്കകത്ത് വേദനയും അതുപോലെ ചെവിയുടെ സൈഡിലൊരു തടുപ്പും ഉണ്ടായിരുന്നു. ആ സമയത്ത് സിസ്റ്റർ ഭാരപ്പെട്ടു. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പോരണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടോടിരിക്കുന്ന നീ പോകണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചെവിയുടെ വേദനയുള്ള ഭാഗത്തേക്ക് ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു പെരുപ്പുണ്ടായെന്നാണ് പറയുന്നത്. സിസ്റ്റർ പറയുന്നത് ആ സമയത്ത് തന്നെ ആ വേദനയും ആ തടുപ്പും അവിടുന്ന് മാറിപ്പോയി. അതുപോലെ തന്നെ സിസ്റ്റർ പറയുന്നത് മെഡിസിൻ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് സ്ഥിരം കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ സിസ്റ്റർ പറയുന്നു ഇവിടെ വന്നതിന് ശേഷം ആ മെഡിസിൻ എല്ലാം നിർത്തി. ഇന്നിപ്പോ ആരുടെയും സഹായമില്ലാതെ എല്ലാം ചെയ്യാൻ കഴിയുന്നു. ദൈവം ചെയ്ത വലിയൊരു സിസ്റ്റർ എന്ന് പറഞ്ഞ എന്തുവായിരുന്നു സംഭവിച്ചത്? ചെവിയുടെ അവിടെ തണിപ്പുണ്ടായിരുന്നു. ഞരമ്പ് പിടച്ച് വന്നിട്ട് ബ്ലഡ് മേപ്പോട്ട് പോകില്ലായിരുന്നു. അതേ തുടർന്നാണ് ശരീരത്തിൻ്റെ ഓരോ സൈഡും എനിക്ക് ഞരമ്പ് പിടിച്ചിട്ട് നീർക്കെട്ട് വരുമായിരുന്നു. വന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ട് ബോഡി കംപ്ലീറ്റ് ബലം കുറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. വന്നിട്ട് ാണ് പോയത്. അവിടെ ചെന്ന് കുറെ മരുന്ന് കഴിച്ച് ഡോക്ടർ അസുഖമൊന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ചേച്ചിയുടെ ഞരമ്പ് തടിച്ചിട്ട് ചേച്ചിക്ക് രക്തോട്ട കുറവ് വരുമായിരുന്നു. ഓക്കെ. അങ്ങനെ പിന്നെ എന്നെ ബ്രദർ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ ചേച്ചി മുന്നോട്ട് വിളിക്കുകയും ദൂത് കുറേയൊക്കെ ചെയ്തു. അന്നോടുകൂടെ സോക്കിയായി. ഞാൻ ഇപ്പം ഗുളിക കുറേ നാളത്തെ കഴിക്കണം, 2-3 വർഷത്തോളം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാനിപ്പം ഗുളിക ഒന്നും കഴിക്കുന്നില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുത്ത കർത്താവിനെ. ആമേൻ. ഖത്തറിൽ നിന്ന് രോഗനിമിത്തം നാട്ടി വന്നതാണ്. ഇന്ന് താൻ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. യേശു ചെയ്തതിന് നന്ദി പറഞ്ഞാട്ടെ. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു നന്ദി പറഞ്ഞ്. ഒരെണ്ണം കൂടെ പറയാനുണ്ട്. പിന്നെ ഞാൻ വെളുപ്പിന് എൻ്റെ ഭർത്താവിന് ചായ ഇട്ടും കൊണ്ട് സിറ്റ് ഔട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നു. അപ്പോഴും ഞാൻ ഇറങ്ങി വിളിച്ചിട്ട് കേൾക്കുന്ന ഭാവമായിരുന്നു. ഞാൻ തിരിച്ചിങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണാൻ ഒരു പാമ്പ് നടക്കുന്നു. ഞാൻ അവിടെ കിടന്ന് വിളിച്ചു പോയി. എൻ്റെ ഭർത്താവ് ഓടി വന്നു നോക്കിയപ്പോഴത്തേക്കും ഞാൻ അതിന് ഒരു അണലിയായിരുന്നു. ഞാൻ അതിനെ ചവിട്ടിയിട്ട് അത് ഡോറിൻ്റെയും ടൈലിൻ്റെയും കൂടെ ഇടയിലായിപ്പോയി. ഇല്ലെങ്കിൽ എന്നെ കൊത്തിയേനെ, ഇല്ലെങ്കിൽ വീട്ടിനകത്ത് കയറിയേനെ. അപ്പം അതിൽ നിന്ന് തന്നെ കർത്താവ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് കൊടുത്ത അനുഭവത്തിന് നന്ദി പറഞ്ഞേ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ജൂലൈ 16 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം കോഴിക്കോട് ജൂലൈ 17 രാവിലെ 10:30 മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂലൈ 18 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾക്കായിട്ടും കർത്താവിൻ്റെ കൃപയ്ക്കായും ഒക്കെ നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ചിലതിനെ സ്വപ്നം കാണുവാൻ തക്കവണ്ണം ചില നന്മകളെ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം, അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവെ ജീവിക്കുന്നൊരു കർത്താവിനെ അനുഭവിച്ച് അപ്പോൾ ഇവരുടെ ലൈഫ് മുൻപോട്ട് പോകണം. അപ്പോൾ ഹല്ലേലൂയ. ഒരു സാധാരണ വ്യക്തിയെപ്പോലെ ആകാതെ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ പക്വതയിലേക്ക് വരുന്നത്, അതേ ആത്മീയ പക്വതയിലും നിറവിലും ദൈവജനത്തിൻ്റെ ബോധ്യത്തിലും കർത്താവേ ജീവിതം പണിയപ്പെടട്ടെ അപ്പാ. ഓരോരുത്തരും പണിയപ്പെടട്ടെ അപ്പാ. ആ നിറവ് ഈ വീടുകളിൽ ഉണ്ടാകട്ടെ അപ്പാ. എല്ലാ അസമാധാനവും മാറിപ്പോകട്ടെ അപ്പാ. അപ്പോൾ എല്ലാ അടിമത്തവും ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. പാരമ്പര്യമായി തന്നെ പോരാടുന്നതെല്ലാം നീങ്ങിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കാലിൽ മുട്ടുപ്രയാസമാണ്, അതേപോലെ ആ കാലിൻ്റെ ഹിപ്പിനും പ്രയാസമായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ഹല്ലേലൂയ. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ ആ കാല് കഴയ്ക്കുവാനായി തുടങ്ങും, ബലമില്ലാത്തതായിട്ട് തോന്നും, എടുത്തു വെക്കുവാൻ പ്രയാസമാണ്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ തൻ്റെ
വസ്തുവിൻ്റെ വിൽപ്പനയെ തുടർന്ന് പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ കർത്താവ് ചില നന്മകളെ തുറക്കുകയാണ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലൈഫ് മാറട്ടെ അപ്പാ, ലൈഫ് മാറട്ടെ അപ്പാ. ഇന്നലെ പോലെ ഇനി ആകരുതപ്പാ. അസാധാരണമായ കർത്താവെ ദൈവിക നടത്തിപ്പുകൾ ഇവരുടെ ലൈഫിലുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ടും ആമേൻ, വലിയ ആത്മീയ ബോധങ്ങൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.